ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോർമൽ നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന ഹാർഡ് കെയിൻ ഡെൻഡ്രോബിയംസ് എന്ന് പറയുന്ന സാധാരണ ഡെൻഡ്രോബിയം ഓർക്കിഡ് വെറൈറ്റികളിലെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയെ പറ്റിയിട്ടാണ്. ഇത് ഒരു ന്യൂ ഏജ് ഹൈബ്രിഡാണ് ഇതിനകത്തെ. അതായത് സാധാരണ ഡെൻഡ്രോബിയംസ് നമ്മൾ ഫ്ലവറിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. ഇത് അതിൻ്റെ ലീഫിൻ്റെ ഭംഗിക്കും വേണ്ടിയാണ് വളർത്തുക. അതായത് ഈ ഡെൻഡ്രോബിയത്തിനകത്ത് നമുക്ക് ലീഫിന് ചുറ്റും ഒരു വൈറ്റ് ബോർഡർ വെരിഗേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വെരിഗേറ്റഡ് ഡെൻഡ്രോബിയംസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ശരിക്ക് ഉള്ള പേര് ഡെൻഡ്രോബിയം ബുരാന ജെയ്ഡ് വെരിഗേറ്റഡ് എന്നാണ്. ബുരാന ജെയ്ഡ് എന്ന് പറയുന്നത് ഗ്രീൻ കളർ ഫ്ലവേഴ്സ്, ഒരു ലൈറ്റ് പിങ്ക് ലിപ്പ് തരുന്ന ഫ്ലവേഴ്സാണ്. അതിൽ വെരിഗേഷൻ വരുമ്പോഴാണ് വെരിഗേറ്റഡ് ബുരാന ജെയ്ഡ് ഡെൻഡ്രോബിയംസ് ആവുന്നത്. നോർമൽ ഹാർഡ് കെയിൻ ഡെൻഡ്രോബിയംസ് ആണ്. ഹാർഡ് കെയിൻ ഡെൻഡ്രോബിയം എന്ന് വിചാരിച്ചാൽ ഇത്രയേ ഉള്ളൂ. നോർമൽ ഡെൻഡ്രോബിയംസ് ഒരു ഹാർഡ് സ്പൈക്കിൽ നിന്ന് ഫ്ലവർ തരുന്ന വെറൈറ്റികളെല്ലാം നമ്മൾ ഹാർഡ് കെയിൻ ഡെൻഡ്രോബിയംസ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ന്യൂ ഏജ് കാണുന്ന ഹൈബ്രിഡ്സ് എല്ലാം ഹാർഡ് കെയിൻ ഡെൻഡ്രോബിയംസ് ആണ്. ഇനി ഇതിൻ്റെ വെരിഗേഷൻ ലീഫിൽ മാത്രമല്ല, ഇതിൻ്റെ പെറ്റൽസിൽ നോക്കിക്കഴിഞ്ഞാലും അറിയാം. ഒരു പിസ്താഷ്യോ ഗ്രീൻ കളർ ഗ്രീൻ കളറാണ് നമുക്ക് ആ പെറ്റൽസിൽ കിട്ടുന്ന കളറ്. അതിൻ്റെ ബോർഡർ നോക്കിയാലും വൈറ്റ് സ്പ്ലാഷസ് കാണാൻ പറ്റും. അത് ആദ്യം വിരിയുമ്പോൾ കുറേ കൂടെ എവിഡൻ്റാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ആ വൈറ്റ് സ്പ്ലാഷസ് കുറച്ചുകൂടെ ഒന്ന് ഓഫ് വൈറ്റ് ആവും. ഗ്രീൻ കുറച്ചുകൂടെ ഒരു മഞ്ഞ കളറിലോട്ട് മാറും. ശരിക്കും ഫ്ലവേഴ്സിലും ലീഫിലും വെരിഗേഷനുള്ള ഒരു വെറൈറ്റിയാണ് ഡെൻഡ്രോബിയം ഡ്രാഗൺ ജെയ്ഡ് ബുരാന ജെയ്ഡ് വെരിഗേറ്റഡ് എന്ന് പറയുന്നത്. ഈ വെറൈറ്റിക്ക് നോർമൽ ഡെൻഡ്രോബിയംസ് പോലെ തന്നെയാണ്, മണമില്ല, ഷോയി തന്നെയാണ് ഫ്ലവേഴ്സ് ഒരു 2 months ഒരു ഇഷ്യൂ ഇല്ലാതെ നിൽക്കും. ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. ഫ്ലവേഴ്സിന് വെള്ളം വീഴരുത്. വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് അത്രയും ലാസ്റ്റ് ചെയ്യത്തില്ല. ഈ പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്തിരിക്കുന്നത് ഒരു 10 inch പോട്ടിൽ തന്നെയാണ്. 10 inch നോർമൽ പോട്ടിൽ വെറും കോൾ മാത്രം ഇട്ടാണ് പോട്ട് ചെയ്തേക്കുന്നത് ഈ പ്ലാന്റ്. പിന്നെ ഈ പോട്ടിന് ഹോൾസ് ഒന്നും ഉള്ള പോട്ടല്ല, നമ്മൾ ഹോളില്ലാത്ത അടിയിൽ മാത്രം ഹോളുള്ളൊരു പോട്ടാണ് നമ്മളിതിന് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ ശരിക്കും പറഞ്ഞാൽ എയറേറ്റഡ് പോട്ട് 4 വശവും നെറ്റ് ഹോൾസ് ഉള്ള പോട്ടിൻ്റെ ആവശ്യം ശരിക്കും നമുക്കില്ല. നമ്മൾ മീഡിയം കോൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എങ്കിൽ സാധാരണ ഗാർഡൻ പ്ലാന്റ് വാട്ടർ ചെയ്യുന്ന പോലെ വാട്ടർ ചെയ്യാം. ഡ്രൈ ആവുമ്പോൾ വീണ്ടും നമുക്ക് വാട്ടർ ചെയ്യാം. നല്ല ബ്രൈറ്റ് സ്പോട്ട്, ഇൻഡയറക്റ്റ് ലൈറ്റ് ബ്രൈറ്റ് സ്പോട്ടാണ് ഈ പ്ലാന്റിന് വേണ്ടത്. ഈവൻ മഴയത്തും ഫുൾ സണ്ണിൽ വേണമെങ്കിൽ നമുക്ക് പ്ലാന്റിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു ഗാർഡനകത്തൊരു വ്യത്യാസം കാണിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ബുരാന ജെയ്ഡ് വെരിഗേറ്റഡ് എന്ന് പറയുന്നത്. ആ ഒരു പച്ച കലർന്ന ലാവൻഡർ കളറാണ് ഇതിൻ്റെ പെറ്റൽസിലല്ല, ആ ലിപ്പിൽ വരുന്നതും പച്ച കലർന്ന ലാവൻഡർ കളറാണ്. ഇനി പുതിയൊരു റെയർ വെറൈറ്റി കാണുന്നവരെയും ബൈ.